നമസ്കാരം. രാജ്യത്ത് രണ്ടാഴ്ചക്കിടെ നാലാം തവണയും ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വിപണിയിലെ അസ്ഥിരത തുടരുമ്പോൾ ഇനിയും വില കുതിച്ചുയർന്നേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വില വർധന സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാക്കുമെന്നതിൽ സംശയമില്ല. അതോടൊപ്പം മറ്റ് അവശ്യ സർവീസുകളുടെയും സാധനങ്ങളുടെയും വില വർധനയ്ക്ക് ഇത് കാരണമാകുമെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. സാധാരണക്കാർക്ക് ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ നാലാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസൽ ലിറ്ററിന് 2.71 രൂപയുമാണ് കൂട്ടിയത്. രാജ്യാന്തര വിപണി വിലയിലെ മാറ്റങ്ങളും പശ്ചിമേഷ്യൻ സംഘർഷവുമാണ് ഇന്ധനവില ഉയരാനുള്ള കാരണമെന്നാണ് വിലയിരുത്തൽ. കൊച്ചിയിൽ ഡീസൽ വില 102.52 രൂപയും പെട്രോളിന് 113.61 രൂപയുമാണ് പുതുക്കിയ നിരക്ക്. തിരുവനന്തപുരത്ത് ഡീസലിന് 104 രൂപ 27 പൈസയും പെട്രോളിന് 115 രൂപ 26 പൈസയുമാണ് വില. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 താഴെയാണ് വില. ഇന്ധനവില വർദ്ധിക്കുന്നത് ഗതാഗത ചെലവ് കൂട്ടുന്നതിനും അതുവഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ വൈകിയേക്കും. കരാറുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഇരുപക്ഷവും വിയോജിപ്പ് തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ധൃതി കാണിക്കേണ്ടെന്ന് താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. ഹോർമുസിലെ ടോൾ പിരിവും ആണവായുധങ്ങളുടെ സൂക്ഷിപ്പുമാണ് ഇനി പരിഹാരം കാണേണ്ട പ്രധാന വിഷയങ്ങൾ. ഇറാനുമായുള്ള കരാർ ഔദ്യോഗികമായി പൂർത്തിയാക്കി ഒപ്പുവെക്കുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേലുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം പൂർണ്ണ ശക്തിയോടെ തുടരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുവരെയുള്ള ചർച്ചകളിലെ പുരോഗതി യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും സ്വാഗതം ചെയ്തു. ചർച്ചകളിൽ പുരോഗതി ഉള്ളതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വ്യക്തമാക്കി. ഇറാനുമായുള്ള ഏതൊരു അന്തിമ കരാറും ആ രാജ്യമുയർത്തുന്ന ആണവ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശനിയാഴ്ച രാത്രി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യങ്ങൾ ഇരു നേതാക്കളും ധാരണയിലെത്തിയത്. ഇറാനെ യുറേനിയം സമ്പുഷ്ടീകരണ ശാലകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നും സമ്പുഷ്ടീകരിച്ച ആണവ വസ്തുക്കൾ ഇറാനിൽ നിന്ന് മാറ്റണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു. ഇറാനുമായുള്ള അന്തിമ ആണവ കരാറിനായുള്ള ചർച്ചകൾ വരാനിരിക്കെയാണ് ഈ നിർണായക നീക്കം. ചർച്ചകൾ വളരെ നന്നായി നടന്നുവെന്ന് ട്രംപ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി പൂർണ്ണമായും നീക്കം ചെയ്യാതെ യാതൊരു ഒത്തുതീർപ്പിനുമില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ. വ്യോമസേനാ ശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് 114 അത്യാധുനിക റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള നിർണായകമായ ഔദ്യോഗിക അപേക്ഷ ഇന്ത്യ അന്തിമമാക്കി. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ രേഖ ഫ്രാൻസിന് കൈമാറുമെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 3.25 ലക്ഷം കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ കരാർ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടുകളിലൊന്നായി മാറും. അടുത്ത മാസം ആദ്യം വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ഫ്രാൻസ് സന്ദർശിക്കും. തുടർന്ന് ജൂൺ അവസാനത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിലെത്തും. വാണിജ്യ ചർച്ചകൾ പൂർത്തിയാക്കി ഈ വർഷം അവസാനത്തോടെ വിമാനങ്ങൾക്കായുള്ള കരാർ ഒപ്പിടാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഈ അധ്യയന വർഷത്തേക്കുള്ള +1 പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകം സംവിധാനം വഴി ഓൺലൈനായി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. 4,10,456 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ വിജയിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത്. +1 പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി, അലോട്ട്മെന്റ് സമയക്രമം എന്നിവ വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല. 3,60,844 സീറ്റുകളാണ് ഇത്തവണ +1ൽ ലഭ്യമായിട്ടുള്ളത്. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ഇന്ത്യ സന്ദർശിക്കും. ഡൽഹിയിൽ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ഓസ്ട്രേലിയ ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചയിലും പങ്കെടുക്കാനാണ് അവർ എത്തുന്നത്. ലോകം പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങളിലൂടെ കടന്നുപോകുന്ന നിലവിലെ സാഹചര്യത്തിൽ ഇന്തോ പസഫിക് മേഖലയുടെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക എന്നീ 4 രാജ്യങ്ങളുടെ കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പെന്നി വോങ് പറഞ്ഞു. പെന്നി വോങ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും.
വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ തുടങ്ങിയ പല മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഒമാനിൽ ഊർജ്ജ ഖനന മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ജൂൺ 1 മുതൽ പ്രൊഫഷണൽ ലൈസൻസ് നിർബന്ധം. ലൈസൻസ് സ്വന്തമാക്കാനുള്ള ഗ്രേസ് പീരീഡ് അവസാനിക്കുന്നതോടെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കും തൊഴിലാളികൾക്കുമെതിരെയും പിഴയും വർക്ക് പെർമിറ്റ് നിയന്ത്രണങ്ങളും അടക്കമുണ്ടാകുമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും ദേശീയ തൊഴിൽ ശക്തിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നീക്കം. പുതിയ നിയമപ്രകാരം പ്രൊഫഷണൽ ലൈസൻസ് ഇല്ലാത്ത തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകൾ പുതുക്കി നൽകില്ല. കൂടാതെ വിദേശങ്ങളിൽ നിന്ന് പുതുതായി എത്തുന്ന തൊഴിലാളികൾക്ക് മുൻകൂട്ടി ലൈസൻസ് അനുമതി ലഭിച്ചാൽ മാത്രമേ ഇനി പുതിയ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ച വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കൽ വേഗത്തിലാക്കി മോട്ടോർ വാഹന വകുപ്പ്. ശാസ്ത്രീയ പഠനം ഉൾപ്പെടുത്തിയാകും റിപ്പോർട്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ഏതൊക്കെ മോഡിഫിക്കേഷൻ അനുവദിക്കാമെന്നത് പ്രത്യേകം ക്ലാസിഫൈഡ് ചെയ്യും. റോഡ് സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകിയാകും മോഡിഫിക്കേഷൻ അനുവദിക്കുക. ഗതാഗത കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് പഠനം നടക്കുന്നത്. കേന്ദ്ര മോട്ടോർ വാഹന നിയമവും സുപ്രീം കോടതി വിധിയും വെല്ലുവിളിയാണ്. റോഡ് സുരക്ഷയും പരിസ്ഥിതിയും പരിഗണിക്കാതെയുള്ള ഇളവ് അനുവദിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് 52 മറികടക്കുന്ന ചട്ടം സംസ്ഥാനത്തിന് ഉണ്ടാക്കാനാകില്ലെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ചെയ്തിരുന്നു. വാഹന നിർമ്മാതാക്കൾ അനുവദിക്കുന്നതിനപ്പുറമുള്ള രൂപമാറ്റം വാഹനങ്ങളിൽ അനുവദിക്കാനാകില്ലെന്ന് 1988 മോട്ടോർ വാഹന നിയമ വകുപ്പ് 52 വ്യക്തമാക്കുന്നുണ്ട്. വാഹന മോഡിഫിക്കേഷൻ തടഞ്ഞ 2006 ഉത്തരവിനെതിരെ ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഈ ഉത്തരവ് റദ്ദ് ചെയ്ത് മോഡിഫിക്കേഷൻ വിലക്ക് സുപ്രീം കോടതി 2019 ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇ കൊമേഴ്സ് മേഖലയ്ക്കും ഓൺലൈൻ ഷോപ്പിംഗ് പ്രേമികൾക്കും ആശ്വാസമേകുന്ന നീക്കവുമായി തപാൽ വകുപ്പും പ്രമുഖ ഇ കൊമേഴ്സ് കമ്പനിയായ ഫ്ലിപ്കാർട്ടും. ഇന്ത്യയിലുടനീളം ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ഉപഭോക്താക്കളുടെ കൈകളിലെത്തിക്കാനുള്ള ലാസ്റ്റ് മെയിൽ പാഴ്സൽ സർവീസ് ഡെലിവറി കരാറിന് ഇരുവിഭാഗവും ധാരണയായി. തപാൽ വകുപ്പ് പാഴ്സൽ ഡയറക്ടറേറ്റ് ജനറൽ മാനേജർ നീരജ് കുമാർ, ഫ്ലിപ്കാർട്ട് കൊമേഴ്സ്യൽ ഡയറക്ടർ ഹർവീന്ദർ കപൂർ എന്നിവർ കരാർ ഒപ്പിട്ടു. രാജ്യത്തെ ഏറ്റവും വിശ്വസനീയവും വിപുലവുമായ തപാൽ ശൃംഖലയെ ഫ്ലിപ്കാർട്ടിന്റെ സാങ്കേതിക മികവുമായി കൂട്ടിയോജിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നഗരങ്ങളിലും അർദ്ധനഗരങ്ങളിലും മാത്രമല്ല, തപാൽ വകുപ്പിന്റെ സഹായത്തോടെ ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും ഇനി മുതൽ ഫ്ലിപ്കാർട്ട് സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാകും. ഇന്ത്യയിൽ ഉടനീളമുള്ള 1.6 ലക്ഷത്തിലധികം പോസ്റ്റ് ഓഫീസുകളുടെ വലിയ ശൃംഖല ഫ്ലിപ്കാർട്ട് പാഴ്സലുകൾ എത്തിക്കാൻ ഇനി ഉപയോഗപ്പെടുത്തും. പ്രീപെയ്ഡ് പാഴ്സലുകൾക്ക് പുറമെ ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യവും സുരക്ഷിത വിതരണത്തിനായി OTP അധിഷ്ഠിത വെരിഫിക്കേഷൻ സംവിധാനവും ഉണ്ടാകും. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പാഴ്സലുകൾ എവിടെ എത്തിയെന്ന് തത്സമയം അറിയാനുള്ള സാങ്കേതിക സൗകര്യവും ഒരുക്കും. തപാൽ വകുപ്പും ഫ്ലിപ്കാർട്ടും തമ്മിലുള്ള മികച്ച ഏകോപനത്തിലൂടെ വിതരണ സമയം പരമാവധി കുറയ്ക്കാൻ സാധിക്കും. ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അനുസൃതമായി മുൻനിര ലോജിസ്റ്റിക്സ് സ്ഥാപനമായി മാറാനുള്ള തപാൽ വകുപ്പിന്റെ ശ്രമങ്ങൾക്ക് കരാർ ഊർജം പകരും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ കൂടുതൽ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയേറിയ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരളത്തിൽ മെയ് 26 കാലവർഷം എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ സ്വർണം ഗ്രാമിന് 14,610 രൂപയും പവന് 1,16,780 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 12,005 രൂപയായി. പവന് 200 രൂപ വർദ്ധിച്ച് 96,040 രൂപയുമായിട്ടുണ്ട്. വെള്ളി ഗ്രാമിന് 280 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത പൂർത്തിയാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി നയന ചേരും. നമസ്കാരം.